തന്നെ സ്നേഹിച്ചൊരു പെൺകുട്ടിയെ ജീവിതത്തിലേക്ക് കൂട്ടിക്കൊണ്ട് വന്നു എന്നതുകൊണ്ട് മാത്രം തെറ്റുകാരനാണെന്ന് തോമസ് ഏട്ടന് തോന്നുന്നുണ്ടെങ്കിൽ സ്വന്തം ജീവിതത്തിലും തോമസ് ഏട്ടന് കുറ്റബോധം തോന്നണം. തോമസ് ഏട്ടാ, എന്റെ നേരെ തെറ്റുകാരനാണെന്ന് തോമസ് ഏട്ടൻ ഒരു വിരൽ ചൂണ്ടുപോ 3 വിരലും തോമസ് ഏട്ടന് നേരെ നിൽക്കുന്നത്. ആൻസി ചേച്ചിയുമായുള്ള തോമസ് ഏട്ടന്റെ ജീവിതം ഒരു പാഴ്വേലയല്ലെന്ന് തോമസ് ഏട്ടന് ഉറപ്പുണ്ടെങ്കിൽ അങ്ങനെ ഒരു ജീവിതം കെട്ടിപ്പടുക്കാൻ തോമസ് ഏട്ടൻ എന്നെ സഹായിക്കും. തോമസ് ഏട്ടാ, തിങ്കളാഴ്ച രാവിലെ ഞാൻ വരും. ഒരു വണ്ടിയുടെ താക്കോല് തോമസ് ഏട്ടൻ എന്നെ ഏൽപ്പിക്കും. എടാ, ആ പെണ്ണിന്റെ വീട്ടുകാരൊന്നും അല്ല പ്രശ്നം ഉണ്ടാക്കോ? ഒരിക്കലും വരില്ല തോമസ് ഏട്ടാ, ഒരിക്കലും വരൂല. തോമസ് ഏട്ടന്റെ ആൻസി ചേച്ചി അവരുടെ വീട്ടുകാർ ഉപേക്ഷിച്ച പോലെ നിധിയെ അവര് നടന്നള്ളി. ചത്താലും തിരിഞ്ഞു നോക്കരുതെന്നാ പറഞ്ഞിരിക്കുന്നത്. പെറ്റവർക്കും കൂടപ്പിറപ്പുകൾക്കും തള്ളിക്കളയാൻ പറ്റും, പക്ഷെ മനസ്സ് തുറന്ന് പ്രേമിച്ചു നിൽക്കാൻ പറ്റുമോ തോമസ് ഏട്ടാ? ഞാനൊന്ന് തിങ്കളാഴ്ച വരട്ടെ. ഞാനൊന്ന് ആലോചിക്കട്ടെ. മതി ആലോചിക്കട്ടെ. ഞായറാഴ്ച രാത്രി വരെ ചെയ്യേണ്ടിരുന്ന ആലോചിച്ചോ? ഞാൻ തിങ്കളാഴ്ച രാവിലെ ഒന്ന് ജോയിൻ ചെയ്തതാണ്. എടാ, ഞാൻ ആലോചിക്കട്ടെ എന്നാ പറഞ്ഞത്, ജോലി തരാമെന്നല്ല. തോമസ് ഏട്ടാ, നിങ്ങൾ ആലോചിക്കാന്ന് പറഞ്ഞാൽ തരാമെന്ന് തന്നെയാണ് തോമസ് ഏട്ടാ. ഈ നാക്കില്ലായിരുന്നെങ്കിലേ നിന്നെ വല്ല ചക്കി പൊരിഞ്ഞ റാഞ്ചിയാണ്. ആ കുട്ടിയെ വിഷമിപ്പിച്ചു എന്നങ്ങനെ ഞാൻ അറിഞ്ഞ. വിഷമിപ്പിക്കൂ ഞാനോ? അതൊന്നും ഒരിക്കലുമില്ല തോമസ് ഏട്ടാ. ഒരുപാട് സ്വപ്നങ്ങളുള്ള കുട്ടി അവള്. ഇനിയും പഠിക്കണം, ജോലിക്ക് പോകണം. പക്ഷെ അവളുടെ വീട്ടുകാരെ അവളുടെ സർട്ടിഫിക്കറ്റ് മൊത്തം കത്തിച്ചളഞ്ഞു തോമസ് ഏട്ടാ. ഇനിയിപ്പോ അതെല്ലാം സംഘടിപ്പിക്കണം, നമുക്കൊരു ജോലി കിട്ടണം, ഇനിയും പഠിക്കണം. ഈ വലിയ വലിയ ഉയരങ്ങളിലേക്ക് അവളെ കയറി പോകുന്നതേ താഴെ നിന്ന് എനിക്ക് നോക്കി കാണണം. അന്നേരം അവളുടെ വീട്ടുകാർ പറയണം അവളെടുത്ത തീരുമാനമായിരുന്നു ശരിയെന്ന്. ഇതാണ് നിന്റെ ലക്ഷ്യമെങ്കിൽ തോമസ് ഏട്ടൻ കൂടെ ഉണ്ടാവും. എനിക്കറിയാം. അല്ല, ഞാൻ ഉദ്ദേശിച്ചത് മതി, ഒന്നും പറയണ്ട, എനിക്കറിയാം. തിങ്കളാഴ്ച രാവിലെ മുതൽ ഞാൻ ഈ ഡ്രൈവർ സീറ്റിലുണ്ടാവും. അപ്പൊ കാണാം. ബൈ. പോവില്ലേ? താങ്ക് യു. തിങ്കളാഴ്ച കാണാം. നികേഷേ, പറയട്ടെ. ഡിഗ്രി കഴിഞ്ഞാല് എന്താ നിന്റെ പ്ലാൻ? എന്ത് പ്ലാൻ? വല്ല പണി നോക്കണം. ബികോം കഴിഞ്ഞിട്ട് എന്ത് പണി കിട്ടാനാടാ? വല്ല കടയിലും കണക്കെഴുതായിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും അക്കൗണ്ടിന്റെ കൂടെ സഹായിപ്പോ. ഫോറിനിൽ പോയി എന്തോ ഒരു കോഴ്സ് ചെയ്യണമെന്നാണല്ലോ സുധീഷ് പറഞ്ഞത്. അത് ശരി. അപ്പൊ സുധീഷേട്ടൻ തള്ളി മറിച്ച കൂട്ടത്തില് എന്നെയും വിട്ടില്ലല്ലേ? ഏടത്തേക്ക് വട്ടുണ്ടോ? നമ്മുടെ വീടിന്റെ അന്തരീക്ഷം കണ്ടിട്ട് ഫോറിനിലൊക്കെ പോയി പഠിക്കാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? ഇത് തന്നെ സുഭാഷേട്ടനും ഹരീഷേട്ടനും തരുന്ന കാശ് കൊണ്ട് നടക്കണോ? സുധീഷ് ഒന്നും തരില്ലേ? നല്ല കാര്യായി. ഹരീഷ് ശരിക്കും എന്താ ചെയ്യുന്നത്? ഹരീഷേട്ടൻ എന്ത് ചെയ്യുന്ന പറഞ്ഞത്? എന്തോ പറഞ്ഞു, പക്ഷെ ഓർമ്മയില്ല. അത് പിന്നെ മേസ്ത്രീനെ ഒരു ആർക്കിടെക്റ്റും സർക്കാർ കോളേജിൽ ബികോം പഠിക്കുന്നവനെ കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിലേക്കും അയച്ച സ്ഥിതിക്ക് ഹരീഷേട്ടൻ ഒരു വലിയ മെക്കാനിക്കൽ ഷോപ്പിന്റെ ഓണാക്കി കാണും അല്ലെ? ഇന്നെന്തായാലും നമുക്ക് ആ കള്ളം കൂടി പൊളിക്കാം. എടത്തി ഒരു 10 മിനിറ്റ് നടന്നാലേ ഹരീഷേട്ടന്റെ ജോലി സ്ഥലവും. വാ എടത്തി, ഇവിടെ വാ. ടിറ്റോ, ബ്രോ, ഏട്ടത്തി ഉണ്ടാ? നമസ്കാരം ഏട്ടത്തി. എടാ, ഹരീഷേട്ടനോടെ ടെസ്റ്റ് അടിക്കാൻ പോയതാണല്ലോ. എത്തിയല്ലേ? ഏട്ടത്തി, എടാ ഇതൊന്നും നോക്കി, ഞാൻ നോക്കാം. ഒരു ചെയർ ഇട്ട് കൊടുക്കണം. ഇട്ട് കൊടുക്കാം. ദാ നിൽക്കുന്ന ഏടത്തി വലിയ മെക്കാനിക്കൽ ഷോപ്പിന് ഓണറായ ഞങ്ങളെ ഹരീഷേട്ടൻ. ഞങ്ങള് പറയാറേ വണ്ടി പണി നടത്താം. അല്ല, എന്താ ഇവിടെ? അല്ല, ഇരിക്കി. വേണ്ട, ഇതിലെ പോയപ്പോ വെറുതെ കയറിയതാ. അതല്ല ഹരീഷേട്ടാ, ചേട്ടൻ വലിയ മെക്കാനിക്കൽ സ്പാ പാർട്ട്ണർഷിപ്പിൽ നടത്തുന്ന സുധീഷേട്ടൻ തള്ളി വെച്ചിരിക്കുന്നത്. അപ്പൊ ഞാനത് നേരി കാണിക്കാൻ വന്നത്. പക്ഷെ ഒരു കാര്യമുണ്ട് കേട്ടാ, ഇതിന്റെ മുതലാളി ഇങ്ങോട്ട് വരുന്നത് കളക്ഷൻ വാങ്ങാൻ വേണ്ടി മാത്രം. തുറക്കുന്നത്, അടയ്ക്കുന്നത്, പണിയുന്നത് ഒക്കെ ഹരീഷേട്ടനാ. അതെ, ആ നിലയ്ക്ക് വർക്കിംഗ് പാർട്ണർ ആണെന്ന് തന്നെ പറയാം അല്ലേ? അല്ല, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഞങ്ങളെല്ലാരും ഇവിടുത്തെ പണിക്കാരാ. ഹരീഷേട്ടനെ മെയിൻ, ഞങ്ങളൊക്കെ അപ്രന്റീസാ. അയ്യോ നിക്കണ്ട, ഇരിക്കൂ. ഏട്ടത്തി ജ്യൂസ് വല്ലതും പറയട്ടെ? വേണ്ട. അല്ല സാരില്ല, ചതു പോയി 2 ജ്യൂസ്. ഞാൻ പോയിട്ട് ചേട്ടാ. എത്ര കാലമായിട്ട് ഇവിടെ ജോലി ചെയ്യുന്നു? ഞാൻ +2 തോറ്റപ്പോ ഇങ്ങോട്ട് വന്നതാ. അന്ന് ഒരു പീറ്ററാശൻ ഉണ്ടായിരുന്നു, പുള്ളി കൂട്ടിക്കൊണ്ട് വന്നതാ. ഇപ്പൊ കുറെ വർഷമായി. പീറ്ററാശൻ മരിച്ചപ്പോ കടയുടെ ചുമതല എനിക്കായി. അന്ന് ഏത് കോളേജിലെ പഠിച്ചതെന്ന് ഏട്ടത്തി ചോദിച്ചില്ലേ? ഞാൻ കോളേജിലൊന്നും പോയിട്ടില്ലെന്ന് അന്നേ പറയാൻ വിചാരിച്ചതാ. പക്ഷെ സിറ്റുവേഷൻ ശരിയായില്ല. ഇതാരതി കുടിക്കൂ. എനിക്ക് വേണ്ടല്ലോ. എടാ കുടിക്ക്, നല്ല വെയിലാ. എന്താ കുടിച്ചോ? ഏട്ടത്തി കുടിക്കും. അല്ല, ഇയാള് ഇവിടെ ഇരിക്കായിരുന്നോ? പുറത്ത് എന്തൊരു ചൂടല്ലേ. അല്ല, ഇയാളെന്താ ഫാനൊന്നും ഇടാതിരിക്കുന്നത്? വേനൽ കടുക്കും മുമ്പേ ഈ വീട്ടിൽ നമുക്കൊരു AC വെക്കണം. ഈ പകൽ സമയത്ത് ഇയാള് വീട്ടിലിരിക്കുന്നുണ്ടേ AC ഇല്ലാണ്ട് പറ്റില്ല. അതെ, അതിനു മുൻപേ ഫോൾ സീലിംഗ് ചെയ്യണം. അല്ലെങ്കിലേ ഓടിനിടയിൽ ഓട്ടയിലൂടെ തണുപ്പ് പുറത്തു പോയാലോ? അല്ല, നമ്മുടെ നികേഷിന്റെ പഠിപ്പ് കഴിഞ്ഞാ എന്താ പ്ലാൻ എന്നാ പറഞ്ഞു? കുടുങ്ങിയല്ലോ. എന്ത് പ്ലാൻ എന്നാണാവോ ഞാൻ പറഞ്ഞത്? എന്താ? അല്ല, ഈ പ്ലാൻ എന്ന് പറയുമ്പോഴേ ഈ അതെ, ഒരു പ്ലാൻ ഉണ്ടെന്ന് എന്നോട് മുന്നേ പറഞ്ഞിരുന്നു. അതെയോ? അതും അവൻ പറഞ്ഞോ? ഇല്ല, ഇപ്പൊ സുധീഷ് പറഞ്ഞാ മതി. അല്ല, ഇതിനിപ്പോ പെട്ടെന്ന് അറിഞ്ഞിട്ട് എന്താ പറഞ്ഞെന്ന് മറന്നുപോയാലേ? സത്യമാണെങ്കിൽ നമ്മൾ ഓർത്തു വെക്കേണ്ട കാര്യമില്ല. പക്ഷെ നുണ പറയുമ്പോ നമ്മൾ ഓർത്തു വെക്കണം. അല്ലെങ്കിൽ ഇങ്ങനെ ബബ്ബാന്നിരിക്കും. ഒരു നുണയാണ് പറഞ്ഞെങ്കിൽ പോട്ടേന്ന് വെക്കാം. പക്ഷെ നാവെടുത്ത നുണ മാത്രം അടിച്ചുവിടുന്ന ഒരാളെ ഞാനൊരു ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുന്നത്. ഇളയ അനിയൻ പഠിക്കാൻ ബഹു കേമൻ, അവനെ വിദേശത്ത് അയച്ച് പഠിപ്പിക്കണം. എന്തൊക്കെയായിരുന്നു തട്ടിവിട്ടത്? അങ്ങനെയായിരുന്നു പറഞ്ഞത്. അവന് ഡിഗ്രി ജയിക്കുന്ന പോലെ വിശ്വാസമില്ല. അത് കഴിഞ്ഞ് ഏതെങ്കിലും ഒരു സ്ഥലത്ത് എന്തെങ്കിലും ജോലി ചെയ്താൽ മതി എന്ന് പറഞ്ഞ് നടക്കാവൻ. എന്നെ ഹരീഷിന്റെ കടയിലേക്കും പോയിരുന്നു. അങ്ങോട്ടും പോയോ? അവൻ എന്ത് ചെയ്യുന്ന പറഞ്ഞു? അല്ല, അവന് സ്വന്തം വീടിനെ പറ്റി വീട്ടുകാരെ പറ്റി പറയുന്നല്ലേ? എന്തിനാ ഇയാൾക്കൊരു കുറച്ചില്? ചേട്ടനെ മേസ്ത്രിന്ന് ആർക്കിടെക്ട് ആക്കി മാറ്റിയ ഇല്ലാത്ത അന്തസ് ഉണ്ടാവോ? അനിയൻ മെക്കാനിക്കാണ്, ചേട്ടൻ മേസ്ത്രിയാണെന്നൊക്കെ പറയുന്നതില് ഇയാൾക്ക് എന്താ പ്രശ്നം? അത് അന്ന് ഈ ഒരു ഫ്ലോയിൽ അങ്ങ് പറഞ്ഞു പോയപ്പോഴേ ഒരുമിച്ച് കുറെ നുണകൾ അങ്ങ് വന്ന് വീണതാ. ഇങ്ങനെ ഓരോന്നായിട്ട് എടുത്ത് വെച്ചെന്നെ നാണം കെടുത്തരുതേ പ്ലീസ്.
ഇപ്പോഴല്ലേ ഞാൻ ഓരോന്നായിട്ട് അറിയുന്നത്. ഇയാൾ ഇങ്ങനെയൊക്കെ സംഭവിച്ച് ഈ വീട്ടിൽ വന്ന് ഇങ്ങനെ ഇരിക്കുമെന്ന് ഞാൻ അന്നേ അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ശരിക്കും സത്യം പറഞ്ഞാണ്. പക്ഷേ ഇത് ഒരിക്കലും ഇനി കാണാൻ സാധ്യതയില്ലാത്ത ആളാണെന്ന് കരുതിയിട്ടാ ഞാൻ അന്ന് അങ്ങനെയൊക്കെ തട്ടിവിട്ടെ. ഈ ചുമ്മാ ഒരു പെണ്ണ് വന്ന് ചോദിക്കുമ്പോഴേ ഞാൻ എന്തിനാ കുറയ്ക്കുന്നതെന്ന് കരുതി. ഇത്ര നുണ പറയാൻ നിനക്ക് നാണമില്ലേ? ഇപ്പൊ പോലും മുന്നിൽ വന്നെന്ന് തള്ളി വിടുവാണല്ലോ. ഇയാളൊരു കാര്യം മനസ്സിലാക്കണം. ഈ വീടിനെ പറ്റി ഞാനപ്പോ അങ്ങനെയൊന്നും അല്ലാതെ പിന്നെ എങ്ങനെ പറയാനാ? ഇതിനൊരു വീടായിട്ട് ഞങ്ങൾ പോലും കണക്കാക്കിയിട്ടില്ല. 5 ആണുങ്ങൾ വന്ന് കിടന്നുറങ്ങുന്ന ഒരു സ്ഥലം. അങ്ങനെ പറഞ്ഞ പിന്നെ എന്നെ ആർക്കെങ്കിലും വല്ല വിലയുണ്ടാവോ? എടോ, ഞാൻ വെറുതെ നുണ പറയാമെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. സത്യം പറഞ്ഞ ഒരാള് പോലും എന്റെ അടുത്ത് മിണ്ടാൻ വരൂല. അതാദ്യം മനസ്സിലാക്കണം. ഈ പറഞ്ഞ ഇയാള് പോലും എന്റെ അടുത്ത് സംസാരിക്കുമായിരുന്നില്ല. ഞാൻ സംസാരിച്ചില്ലെങ്കിൽ കേൾക്കുന്ന അല്ല, എനിക്കൊന്നുമില്ല. എനിക്കെന്ന് നഷ്ടം ഇയാൾക്ക് തന്നെയാ. ആ കങ്കാരുവിനെയും കേട്ടി ഓസ്ട്രേലിയയിലേക്ക് പോവേണ്ടി വന്നേനെ. ആ സൈക്കോടെ കൂടെ ജീവിതം തൊലഞ്ഞു പോയനെ. അല്ല, അന്ന് എന്നോട് സംസാരിച്ചോണ്ടാ ഇയാളിപ്പം രക്ഷപ്പെട്ടിരിക്കുന്നത്. അങ്ങനെ ഇയാള് സംസാരിക്കാനുള്ള കാരണം ഞാൻ അന്നുണ്ടാക്കിയ എന്നെ കുറിച്ചുള്ള ഫോൾസ് ഇംപ്രഷനാ. പിന്നെ ഞാൻ വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഒരുത്തനാണെന്ന് ഇയാൾക്ക് തോന്നിച്ചത് ആ നുണകൾ കൊണ്ട് കൂടിയാ. അപ്പോ ആ നുണ നല്ലതാണോ അതോ ചീത്തയാണോ? നല്ലതാ. അതുകൊണ്ടാണ് ഇയാൾ ഇവിടെ വന്നതും ജോലിക്ക് അന്വേഷിക്കാൻ തുടങ്ങിയതും ഒക്കെ. സോ ദാറ്റ് മീൻസ് ആ നുണകള് എനിക്കിപ്പോ ദോഷം ചെയ്തെങ്കിലും ഇയാൾക്ക് നല്ലതേ ചെയ്തുള്ളൂ. Am I correct? ഓഹോ, അപ്പൊ എനിക്ക് നല്ലത് വരാനാ നിങ്ങൾ അത്രയും നുണ പറഞ്ഞത് അല്ലേ? യെസ്, ഓഫ് കോഴ്സ്. ഈടോ, ഞാൻ അന്ന് പറഞ്ഞ നുണയുടെ തുടർച്ചയാ ഇപ്പോഴത്തെ ഈ ജീവിതം. അത് ശരിയല്ലേ? ഈ ചില നല്ല കാര്യങ്ങൾ നടക്കണമെങ്കിലേ നമ്മൾ ചെറുതായിട്ടൊന്നും നുണ പറഞ്ഞാലും ഒരു തെറ്റില്ല. അത് പറയാം. നിങ്ങളുണ്ടല്ലോ, ഞാൻ ഒരു മിനിറ്റ് വാ, ഒന്നിങ്ങ് വരാൻ. എന്താ വേണ്ടേ? അച്ഛൻ എന്ത് പറഞ്ഞാലും അനുസരിക്കുന്ന ഒരു കുട്ടിയെ പോലെ ആയിരുന്നല്ലോ ഇന്നലെ. സാധാരണ ദിവസങ്ങളിൽ അച്ഛനെ മൈൻഡ് പോലും ചെയ്യാത്ത ഇയാള് ഇന്നലെ അച്ഛൻ പറഞ്ഞപ്പോഴേക്കും കിടക്കാൻ മടക്കി വന്നല്ലോ. അത് ഈ അച്ഛൻ പറയുമ്പോ ഇടയ്ക്കൊക്കെ അനുസരിക്കുന്നതിൽ തെറ്റുണ്ടോ? അയ്യോ, വേറൊന്നും കൊണ്ടല്ല. ഇതേ ചോദ്യം നികേഷും ഹരീഷും എന്നോട് ചോദിക്കാറുണ്ടേ. നമ്മുടെ കാര്യം അവർക്കറിയില്ലല്ലോ. അവരുടെ മുന്നിൽ വെച്ച് അച്ഛൻ അങ്ങനെ പറഞ്ഞപ്പോ വേറെ വഴിയൊന്നും ഇല്ലാത്തോണ്ടോ ഞാൻ അകത്തേക്ക് വന്നേ. നിങ്ങളൊരു പേര് നുണയന, എനിക്ക് വിശ്വാസമില്ല. ഇതിപ്പോ എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാ ഞാൻ ആദ്യം സത്യസന്ധനാണെന്ന് തെളിയിച്ചിട്ടേ ജീവിക്കാൻ പറ്റൂന്നായോ? ഒരു പകലും രാത്രി ഇയാൾ എന്റെ കൂടെ തനിയായിരുന്നു. അത് ഓർക്കണ്ടല്ലോ. ഒരു നോട്ടം കൊണ്ട് പോലും ഞാൻ ഇയാളുടെ മോശമായിട്ട് പെരുമാറിയിട്ടുണ്ടോ? ഈ സുധീഷേ, അന്തസ്സമാണ്. പിന്നെ വീടിനെ പറ്റിയും വീട്ടുകാരെ പറ്റിയൊക്കെ ചെറുതായിട്ടൊന്ന് അടിച്ചു വിട്ടു എന്ന് കരുതി എന്റെ ക്യാരക്ടർ മുഴുവൻ മോശമാണെന്ന് വരുത്തി തീർക്കുന്ന ഈ പരിപാടി ഉണ്ടല്ലോ, അത് വളരെ മോശമായി പോയി നിധി. വളരെ മോശമായി പോയി. സ്വന്തം കുടുംബത്തെ പറ്റി കള്ളം പറയുന്നവന് എന്ത് ക്യാരക്ടർ ഉണ്ടെന്നാ? ക്യാരക്ടർ ഉണ്ട്. ഒരു പെണ്ണിനെ അവള് നേരിടാൻ പോകുന്ന ആപത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി സുരക്ഷിതമായിട്ട് വീട്ടിൽ കൊണ്ടുവന്നാക്കിയില്ലേ, അത് തന്നെയാ എന്റെ ക്യാരക്ടർ. ഈ പഴപ്പിലും ജോലിയിലൊന്നും അല്ല ക്യാരക്ടർ ഇരിക്കുന്നത്. ക്യാരക്ടർ ഇരിക്കുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളാ. നിങ്ങളുടെ നാക്കുണ്ടേ പാവം സുഭാഷ് ഏട്ടനെ അനിയന്മാരെയും പറ്റിക്കാൻ പറ്റിയേക്കും, പക്ഷെ എന്നെ പറ്റില്ല. ജോലിയുടെ കാര്യത്തിൽ നിങ്ങളോട് കള്ളം പറഞ്ഞു. അതുപോലെ വേറെ എന്തെങ്കിലും കാര്യത്തിൽ നിങ്ങൾ ഇത് ആവർത്തിച്ച ഈ നിധി ആരാണ് നിങ്ങൾ അറിയും. പറഞ്ഞില്ലെന്ന് വേണ്ട. കല്യാണ പ്രായത്തിൽ പെണ്ണുങ്ങൾ ചൂടുന്ന കന്മത പൂക്കന്നം പൂണ്ടു ആൺകിണി. കല്യാണ പ്രായത്തിൽ പെണ്ണുങ്ങൾ ചൂടും കന്മത പൂക്കന്നം പൂണ്ടു. അല്ലേ വേണ്ട, അവിടെ വയ്ക്കാം. മാറിക്കടാ, മാറിക്കടാ, ഇവിടെ മാറി, മാറടാ. ഇവിടെ വാസ്തു പോരാ. വാസ്തു പോലെ എന്തോ? നീ മാറിയേ. എന്തോ നോക്കുന്നു? നീ ഇവിടെ മാറി. എന്താ ചെയ്യാൻ പോണേ? വെയിറ്റ് ആൻഡ് സീ മകൻ. നീ ഇവിടെ മാറാ, ഇണിച്ച് മാറടാ. ഭവാൻ ആ ഇരിപ്പിടത്തിൽ ഉറപ്പിച്ചിരിക്കുന്ന പരിശുദ്ധ പ്രശ്നം ഒന്നെടുത്ത് മാറ്റി തന്നാലും അടിയനൊരു അല്പം പണിയുണ്ടായിരുന്നു. എന്ത് പണി? ശരി പറഞ്ഞ. അയ്യോ, സോംപേരി. അല്ലെങ്കിൽ തന്നെ വീട് പൊളിഞ്ഞിരിക്കുക, ഇനി ആണി ഓടിക്കണം. തുടർന്ന് എന്താടാ നോക്കുന്നേ? കലക്കല്ലേ? അപ്പോ അച്ഛനത് ചെയ്തല്ലേ? യെസ്, ഐ ആം എ റെസ്പോൺസിബിൾ ഫാദർ. നോക്കോളെ എങ്ങനെയുണ്ട്? അച്ഛൻ എന്ത് പണിയെ കാണിച്ച്? നോക്ക്, ഈ പണിയാണോ? ഈ ഫോട്ടോ ആൽബം ഒന്നും വേണ്ടത് ഞാൻ ആ ഫോട്ടോഗ്രാഫറോട് പറഞ്ഞിരുന്നാണല്ലോ. വേണമെന്ന് ഞാൻ അവരോട് പറഞ്ഞു. അതാണ് ഈ ഇരിക്കുന്നത്. എന്താ ആൽബം വേണ്ടെന്ന് പറഞ്ഞത്? അത് ഒന്നുമില്ല, വെറുതെ ചെലവ് വേണ്ടെന്ന് കരുതി. എന്നാ പിന്നെ ഫോട്ടോഗ്രാഫറെ വിളിക്കാണ്ടിരുന്നാ പോരാ? ഇതിന്റെ കാശ് ഞാൻ കൊടുത്തു. ഇനിയും ഞാൻ പറഞ്ഞിട്ടുണ്ട്, വേറെ കുറെ വരും. ഫോട്ടോ എന്തായാലും കലക്കി. അല്ലേ ചേട്ടാ, നമ്മുടെ അച്ഛനത് ചെയ്യുന്നേ ഞാൻ വിചാരിച്ചില്ല. ചെയ്തതാണോ ചെയ്യിപ്പിച്ചതാണോന്ന് ആർക്കറിയാം. இந்த ഫോട്ടോയിൽ നിന്റെ ചേട്ടനെ പാരടാ, രാജാമാതിരി. കൊള്ളാം. അപ്പൊ ഞാൻ ചെറിയ ചിന്നരാജായിരിക്കില്ലേ? അല്ല, ഗ്യാപ്പ്. താങ്ക്സ്. ഞാൻ പേടിച്ച പോലെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്ന സുഭാഷ് ഏട്ടാ. ഇനി ഇവിടെ തുടർന്നാൽ എല്ലാരും ചതിക്കുന്ന പോലെ ആവും. ഇങ്ങനൊന്നും സംഭവിക്കാതിരിക്കാനാ ഞാൻ പോവാന്ന് പറഞ്ഞു. ആ ഫോട്ടോയ്ക്ക് എന്താ കുഴപ്പം? അതിന് കുഴപ്പമൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ. പിന്നെന്താ അതവിടെ തൂക്കിയപ്പോ സുഭാഷയുടെ മേലാണ്ട് ടെൻഷനായത്? ടെൻഷനോ? ഞാൻ ടെൻഷനൊന്നും ആയില്ലല്ലോ. അത് എന്തിനാന്ന് ചോദിച്ചോ? സുധീഷേട്ടന്റെ കല്യാണം കഴിഞ്ഞല്ലേ?
ആ ഫോട്ടോ ചുമരിൽ തൂക്കിയ എന്താ തെറ്റ്? തെറ്റുണ്ടായിട്ടൊന്നുമല്ല, വെറുതെ അതെന്തിനാണെന്ന് ചോദിച്ചെന്ന് മാത്രം. അതെങ്ങനെ വെറുതെ ആവുന്നത്? അങ്ങേറ്റം കൂടി വീട്, അങ്ങേറ്റം കൂടി ഫോട്ടോ, അത് ചുമരിൽ തൂക്കണത് എങ്ങനെ സുഭാഷേട്ടാ അനാവശ്യ കാര്യമാണത്? അല്ല അതിലെന്താ സുഭാഷേട്ടന്റെ പ്രശ്നം? ആ ഫോട്ടോഗ്രാഫറോട് ആൽബം ഒന്നും വേണ്ടെന്ന് സുഭാഷേട്ട പറഞ്ഞു എന്ന് പറഞ്ഞു. എന്തിന്? സുഭാഷേട്ടൻ മുൻകൈ എടുത്ത് നടത്തിയ കല്യാണമല്ലേ അത്? എത്ര കാശ് ചെലവായി? എന്നിട്ട് ഇപ്പൊ ആൽബം മാത്രം സുഭാഷേട്ടൻ അനാവശ്യ ചെലവായോ? അതിപ്പോ ആൽബം സൂക്ഷിക്കുന്നൊക്കെ കുറഞ്ഞില്ലേ, എല്ലാം പെൻഡ്രൈവിൽ സൂക്ഷിച്ചു വെക്കുകയല്ലേ പതിവ്, അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. എനിക്ക് മനസ്സിലാവണില്ല സുഭാഷേട്ടൻ എന്ത് മാറ്റം ഉണ്ടായെന്ന്. സുഭാഷേട്ടന്റെ കല്യാണം കഴിയുന്നവരെ സുധീഷേട്ടൻ ഒന്നും പാടില്ല എന്നുള്ള ആറ്റിറ്റ്യൂഡ് എത്ര ക്രൂര. സുഭാഷേട്ടനൊക്കെ ഞങ്ങളുടെ മനസ്സിൽ എന്ത് വലിയ സ്ഥാനമാണെന്നറിയോ? ഒരു ഫോട്ടോ തൂക്കുന്നതിന് പോലും സുഭാഷേട്ടൻ ഇങ്ങനെയൊക്കെ പെരുമാറണമെങ്കിൽ നാളെ ഈ വീട്ടിൽ എന്തൊക്കെ കാണാനിരിക്കുന്നു? വൈകിട്ട് ടിവിയിൽ കാണുന്ന സീരിയലിൽ പോലും ഇങ്ങനെ ഒരു മനുഷ്യനുണ്ടാവില്ല. ഇത് ശരിയല്ല സുഭാഷേട്ടാ, ഒരിക്കലും ഇതൊന്നും ഞങ്ങൾ പ്രതീക്ഷിച്ചതല്ല. ഈ ചപ്പാത്തി ചിക്കൻ കറിയൊക്കെ അച്ഛൻ എന്നും അവിടെ കഴിക്കുന്നുണ്ടാവും. ഇവിടെ വരുമ്പോ അവിടെ കിട്ടാത്ത എന്തെങ്കിലും ഉണ്ടാക്കി വെക്കുന്നതല്ലേ അമ്മ നല്ലത്. നാടൻ കോഴി വറുത്തരച്ചത് അച്ഛന് വലിയ ഇഷ്ടം. അവിടെ നാടൻ കോഴി കിട്ടില്ലല്ലോ. 3 കൊല്ലം അച്ഛൻ പോയിട്ട്. നിന്റെ കല്യാണത്തിനുള്ള കാശുണ്ടാക്കാൻ അച്ഛൻ രാവും പകലും കഷ്ടപ്പെടുന്നതെന്നാ പറയാറ്. അത് കഴിഞ്ഞാ പിന്നെ അച്ഛനോട് ഞാൻ പോകണ്ടെന്ന് പറയും. പക്ഷേ ആള് നിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതെന്താ? കയ്യിലുള്ളത് മുഴുവൻ എടുത്ത് കല്യാണം നടത്തിയാ പിന്നെ ജീവിക്കാൻ എന്തോ ചെയ്യും? പോയല്ലേ പറ്റൂ. പാവം. അതിന് അത്ര ചെലവാക്കി കല്യാണം നടത്തണ്ടെന്ന് തീരുമാനിച്ച പോരെ. അതൊന്നും നീ ആലോചിക്കണ്ട. ആ മനുഷ്യന്റെ ഏറ്റവും വലിയ സ്വപ്നം അത് ഭംഗിയായിട്ട് തന്നെ നടന്നോട്ടെ. പക്ഷെ ഇത്തവണ അച്ഛൻ ഞെട്ടിച്ചടഞ്ഞല്ലോ. അല്ലെങ്കിൽ വരുന്നതിന് 6 മാസം മുമ്പേ ഡേറ്റ് ഒക്കെ അറിയിക്കുന്നില്ലേ? ഇതിപ്പോ ഇന്നലെ വിളിച്ചു പറഞ്ഞു ഇന്ന് വരുന്നു. എന്താ അങ്ങനെ? എന്നോട് പോലും ടിക്കറ്റ് എടുത്തിട്ടാ പറഞ്ഞത്. എന്തോ അത്യാവശ്യ കാര്യത്തിനാണത്രേ. എന്താ അത്യാവശ്യം? എനിക്കറിയില്ല. വരുമ്പോ നീ തന്നെ നേരിട്ട് ചോദിച്ചോ. ദേ കാറ് വന്നു. അച്ഛനാ തോന്നുന്നു. വീട്ടിലൊരു പെണ്ണ് കാണാൻ ഇന്ന് ആള് വരുന്നു പറയും. എനിക്ക് വയ്യ അവരുടെ മുന്നിൽ പോയി നിൽക്കാൻ. സുഭാഷേട്ടല്ലാതെ എനിക്ക് വേറെ ആൾ ആലോചിക്കാൻ പോലും പറ്റില്ല. ഇനി നീ എന്റെ മോടെ നിഴല് പോലും കണ്ടുപോകരുത്. അങ്ങനെ ഉണ്ടായാൽ അന്ന് നിന്റെ അവസാനം